ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ബിസ്ക്കറ്റ് കവർ അല്ലെങ്കിൽ ഇതുപോലത്തെ റസ്ക് കവർ വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റസ്കിൻ്റെ കവറാണ്. അതിൻ്റെ അറ്റമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിൽവർ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റസ്ക് കവർ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവറാണ്. അപ്പോൾ എൻ്റെ വലിയ റസ്കിൻ്റെ കവറായതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റും. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ നീളത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീളത്തിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ മടക്കുക. ഇങ്ങനെ മടക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഭാഗം വരെ കട്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഫുള്ളായിട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് തിരിച്ചിടാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവിക്കോളിനെക്കാട്ടും നല്ലത് ഗ്ലൂ ഗൺ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഗ്ലൂ ഗൺ നല്ലോണം ഒട്ടും. ഇത് നല്ല ടൈം എടുത്തിട്ടേ ഒട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പം ഒട്ടുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കണം. അത് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിക്ക് പോലെ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്തെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ തണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു സിൽവർ കളറിലുള്ള സംഭവം എടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിനകത്തോട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോഴേക്കും അത് നല്ലോണം മനസ്സിലാവും. അതിൻ്റെ അറ്റം വയ്ക്കുമ്പോഴേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം അവിടെ ഒട്ടിയിരുന്നോളും. അപ്പം എന്നിട്ട് കണ്ട് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റം ഫെവിക്കോൾ വെച്ചോ അല്ലെങ്കിൽ ഒരു ടേപ്പ് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഗ്രീൻ കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു ഗ്രാസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ പൂവിൻ്റെ അടിയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇത്. നമുക്ക് ഫ്ലവർ വേസിലും പിന്നെ നമ്മൾ ചെയ്ത ബോട്ടിൽ ആർട്ടിലും ഒക്കെ വെക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മൊത്തം വേസ്റ്റ് ആയിട്ടുള്ളതാണ്. ആകെ കളർ പേപ്പർ മാത്രമേ അല്ലാത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറിന് പകരം ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിന് ഗ്രീൻ കളർ കൊടുത്താലും മതി. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലോട്ട് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അതിൻ്റെ തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നു. വരുമ്പോൾ ബൈ, താങ്ക് യു.